വ്യക്തി നെഗറ്റിവിറ്റിയെ തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ് വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള എനർജീസിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതായത് തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു എനർജിക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇത് സാത്വികമായിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കില്ലല്ലോ. പോസിറ്റീവായിട്ടുള്ള എനർജികൾക്ക്, അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഭഗവാൻ, അവർക്ക് നമ്മുടെ ഒരു സറണ്ടർ, നമ്മൾ മനസ്സുകൊണ്ട് ഉള്ള സമർപ്പണം അത് തന്നെയാണ് വേണ്ടത്. അല്ലാതെ അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒന്നും അങ്ങോട്ട് അവർ ആവശ്യപ്പെടുന്നില്ല. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിനാണ് നമ്മൾ ഓരോന്നും അമ്പലത്തിൽ പോയി കൊടുക്കുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പോസിറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുക, മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുമ്പോൾ അത് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ മനസ്സുകൊണ്ടുള്ള സമർപ്പണം അല്ലെങ്കിൽ സഹജീവികളോടുള്ള ആ ഒരു സ്നേഹം, അവരെ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിയുക, ഇതൊക്കെയാണ് ആ ഒരു നല്ല കർമ്മങ്ങളെന്ന് പറയുന്നത്. അല്ലാതെ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ ലോകത്ത് നമുക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഇതെല്ലാം നമുക്ക് ഭഗവാൻ തന്നതാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഇതെടുത്ത് എന്താണ് കൊടുക്കാനുള്ളതില്ല. അപ്പം നമ്മുടെ ചിന്തകൾ, നമ്മുടെ കർമ്മങ്ങൾ, ഇതൊക്കെയാണ് നമ്മൾക്ക് ആ ഒരു ഹയർ പവറിന് നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത്. പക്ഷേ നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്യുമ്പോൾ അത് വേറൊന്നാണ്. നെഗറ്റീവായിട്ടുള്ള ക്രിയകൾ ചെയ്യുന്ന വ്യക്തികൾക്ക് എങ്ങനെ പോയാലും അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടതായിട്ട് തന്നെ വരും. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കർമ്മങ്ങളാണ് ചെയ്യുന്നത്, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നു, നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ. അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ടൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഗുഡ് കർമ്മയാണ് അവിടെ ഉണ്ടാവുന്നത്. നിങ്ങൾ എല്ലാ വ്യക്തികളെയും മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയും അല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാനും ഒക്കെയാണ് ശ്രമിച്ചത്. അപ്പോൾ അവിടെ ഒരു ഗുഡ് കർമ്മയാണ് ഉണ്ടായത്. പക്ഷെ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി നിങ്ങളുടെ ഈ ഒരു നല്ല ഉദ്ദേശങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ വേദനിപ്പിക്കുകയായിരിക്കും ചെയ്തത്. പക്ഷെ എങ്ങനെ പോയാലും നിങ്ങൾ അവിടെ ഒരു ഗുഡ് കർമ്മം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നല്ലൊരു കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ട്. അത് അവിടെ തന്നെയുണ്ട്. ഈ ഒരു വ്യക്തി തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ ഒരു കർമ്മം, നിങ്ങൾ ചെയ്ത ഒരു നല്ല കർമ്മം അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ മറ്റൊരാൾ വഴി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ ഒരു ഗുഡ് കർമ്മ നിങ്ങളിലേക്ക് തന്നെ വരും. അതുപോലെ തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടിയുടെ കേസിലും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ബാഡ് കർമ്മയാണ്, അതായത് തെറ്റാണ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മോശമായിട്ടുള്ള ഒരു കർമ്മമാണ് അവരോട് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു നെഗറ്റീവ് എനർജികൾക്ക് അവരെന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവർ ഈ ഒരു ബാഡ് കർമ്മ അവിടെ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് ചിലപ്പോൾ